എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കാണുന്ന നിർമ്മൽ പിങ്കിയുടെ അരികിലേക്ക് വരുവാണ്. ഈ സമയത്ത് പിങ്കി നിർമ്മലൊന്ന് അടിമുടിയൊന്ന് നോക്കുവാണ്. ആഹാ, ഇത് കൊള്ളാലോ, ജുബയും മുണ്ടുമൊക്കെ, ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട നിർമ്മൽ പറഞ്ഞു, ഒന്നുമില്ല. അല്ല, എന്ത് പറ്റി, കൊള്ളത്തില്ലേന്ന് ചോദിക്കുവാണ് നിർമ്മല്. കൊള്ളാൻ കുഴപ്പമൊന്നുമില്ല, സാധാരണഗതിയിലെ ജീൻസും ഷർട്ട് ബനിയനൊക്കെ ഇട്ടല്ല ഞാൻ കണ്ടിട്ടുള്ളേ. അപ്പൊ അതുകൊണ്ട് ഈ ജുബയും മുണ്ടു കൊടുത്തപ്പം അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയാം. വെറുതെ ഇന്നിങ്ങനെ ഇടാനായിട്ട് തോന്നി, അതുകൊണ്ടാന്ന് പറയണം. പിന്നീട് നിർമ്മല ഒരു കവർ പിങ്കിക്ക് കൊടുക്കണം. ഇതെന്തായി കവറിനകത്ത്? ഇത് പിങ്കിക്കുള്ള ഗിഫ്റ്റാന്ന് പറയണം. ഗിഫ്റ്റോ? എന്തിനാ? എനിക്ക് എന്തിനാ ഇപ്പൊ ഗിഫ്റ്റ് തരണമെന്ന് ചോദിക്കാം. അല്ല, എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് വന്നില്ല പിങ്കി, ഒരു ഷർട്ട്. അപ്പൊ അതിന് പകരമായിട്ട് ഞാൻ തരുന്ന ഗിഫ്റ്റ് എന്ന് പറയണം. എനിക്കിന്ന് ആദ്യത്തെ ശമ്പളം കിട്ടി. അങ്ങനെ ശമ്പളം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്തുനിന്ന് വാങ്ങിയതാ പിങ്കിക്ക് ഒരു സാരി എന്ന് പറയണം. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, ഇതിന്റെ ഒന്നും കാര്യമില്ല എന്ന് പറയണേ. എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയണം. അങ്ങനെ പറയരുത്, ഞാൻ ആശിച്ച് മോഹിച്ച് വാങ്ങിച്ചോണ്ട് വന്നല്ലേ. അല്ല, പിങ്കിക്ക് ഇത് വേണ്ടെങ്കിൽ പിന്നെ വേറെന്താന്ന് ചോദിക്കണം. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, എനിക്ക് വേറെന്താ വേണ്ടതെന്ന് ഞാൻ പറയാന്ന് പറയാം. പറ, എന്താ വേണ്ടത്? ഒരു കാര്യം ചെയ്താൽ മതി, പിങ്കി ആലോചിച്ച് പറഞ്ഞാൽ മതി എന്ന് പറയണം. പെട്ടെന്ന് പിങ്കി പറഞ്ഞു, ആലോചിക്കാനൊന്നും ഇല്ലെന്ന് പറയണം. ഗൗതത്തിന്റെ മുഖം പെട്ടെന്നാണ് പിങ്കിയുടെ മനസ്സിലേക്ക് ഓർമ്മ വന്നേ. ഗൗതം തന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്, അത് എത്രയും പെട്ടെന്ന് തന്നെ നിറവേറ്റണം. പിന്നീട് പിങ്കി പറഞ്ഞു, അത് പിന്നെ ഉണ്ടല്ലോ, നമുക്ക് ഒന്ന് പുറത്ത് ഔട്ടിങ്ങിന് പോയാലോ നിൽക്കുക. പുറത്തു പോകാൻ? അതെ, നാളെ പുറത്തു പോയാലോ? ആ, നോക്കട്ടെ. ഞാൻ ഗിരേച്ചിട്ടേം കാണും, ഹോസ്പിറ്റലിൽ പോകുന്ന ചെക്കപ്പിന് പോകുന്ന വഴി കാണാന്ന് പറയാണ്. ഇത് കേട്ടതും നിർമ്മലിന്റെ മുഖം കൂടി മാറി. അല്ല, ഒരു കാര്യം ചെയ്യാം, ഗിരേച്ചിട്ടിനെ കൊണ്ടാണ്, നമുക്ക് രണ്ടുപേർക്കും തന്നെ പോയാലോ? ഇത് കേട്ടത് നിർമ്മൽ പറഞ്ഞു, ആ എന്നാ ശരി, ഓക്കെ എന്ന് പറയണം. പിന്നീട് പിറ്റേ ദിവസം അവര് പുറത്ത് വെച്ച് മീറ്റ് ചെയ്യാണ്. അങ്ങനെ അവർ രണ്ടുപേരും പുറത്ത് കണ്ട് സംസാരിക്കുമായിരുന്നു. ഈ സമയത്ത് നിർമ്മലിനോട് പിങ്കി പറഞ്ഞു, അതെ, ഞാൻ ആദ്യമായിട്ട് എങ്ങനെയൊക്കെ, കാരണം അർജുൻ മരിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ അധികമൊന്നും പുറത്തങ്ങനെ അധികമൊന്നും പോന്നിട്ടില്ല എന്ന് പറയണം. ഇത് കേട്ടൻ നിർമ്മൽ പറഞ്ഞു, എന്റെ മനസ്സ് മാറ്റിയെടുത്ത് ആരാന്നറിയോ? പിങ്കിയ, എന്റെ സ്വഭാവം ഇതല്ലായിരുന്നു എന്നൊക്കെ പറയണം. അല്ല, നിർമ്മൽ എന്താ ഒരു ചമ്മല് പോലെ? ഒന്നുമില്ല, എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അത് പിന്നെ ഞാനൊരു പെൺകുട്ടിയോടെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴേ വേണം രണ്ടുപേരും ഇടിക്കാൻ പറഞ്ഞ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ വേറൊരാളുടെ നിൽക്കുന്ന കാണുമ്പോ അത്രയ്ക്ക് ചമ്മലും മടിയൊക്കെയാണോ? അങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ട ഒരു കാര്യം ചെയ്യാം, നിർമ്മൽ അങ്ങോട്ട് പോയിക്കോ. പിന്നെ ഞാൻ പെൺകുട്ടിയൊന്നും അല്ല, ഒരു സ്ത്രീയാണ്. എന്തേ പക്വതയും പാകതയൊക്കെ ഒന്ന് സ്ത്രീയാന്ന് പറയണം. അതുപോലെ തന്നെ ഈ ഒരു കൗമാരക്കാരനൊന്നും അല്ലല്ലോ ഈ പറയുന്ന നിർമ്മല് എന്ന് ചോദിക്കണം. അതൊക്കെ ശരി തന്നെ, പക്ഷെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എങ്ങനെ ഒരു അനുഭവം എന്ന് പറയണം. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, ഇനിയിപ്പം നിർമ്മലിന് പറഞ്ഞിരിക്കുന്ന കാര്യം ആ സാഗർ ഫിനാൻസിലുള്ള ഗുണ്ടാപ്പണിയാണല്ലോ. അയാൾക്ക് വേണ്ടിയിട്ട് ഉള്ള തല്ലുവടിയും കുത്തുമൊക്കെയാണല്ലോ നിർമ്മല് പറഞ്ഞിട്ടുള്ളതെന്ന് പറയണം. പിങ്കി നൈസിൽ എറിയാൻ തുടങ്ങി. കാരണം സാഗർ ഫിനാൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് പിങ്കി നിർമ്മലിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഈ പറയുന്നത് നിർമ്മലിന് പിങ്കിയുടെ ചതി ഒട്ടും മനസ്സിലായതുമില്ല. പെട്ടെന്ന് നിർമ്മൽ പറഞ്ഞു, അതെ, ഞാൻ ഈ സാഗർ ഫിനാൻസ് കയറി എന്തിനാണെന്നറിയോ? ഗുണ്ടാപ്പണി ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല, എനിക്കൊരു ജോലി വേണമായിരുന്നു, അതിനു വേണ്ടി മാത്രമാണെന്ന് പറയണം. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴല്ലേ അറിയുന്നേ ഇതുപോലെ കുഴപ്പണം വരവുണ്ടെന്നും അതിങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുമെന്നൊക്കെ അറിയണേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവര് പണമെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എവിടെയാന്ന് എനിക്ക് അറിയാന്ന് പറയാണ്. ഇത് കേട്ടും പിങ്കി ജാഗരൂകയായി. പിങ്കി പെട്ടെന്ന് ചോദിച്ചു, എവിടെയാ? അതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ എങ്ങനെ ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞേ? അതെ, കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു കോള് വന്നിട്ടുണ്ട്, ലാൻഡ് ഫോണിൽ ആ കോള് വന്നേ. ആ കോള് വന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആ സമയം ഞാൻ ആ കോൾ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് പല കാര്യങ്ങളും ഞാൻ അറിഞ്ഞേ. ഇവര് മൊബൈൽ ഫോൺ വഴിയല്ല വിവരങ്ങളും ചോർത്തുന്നത്. കാരണം മൊബൈൽ ഫോൺ എപ്പോഴും ട്രേസ് ചെയ്യുമെന്ന് കരുതിയിട്ട് ലാൻഡ് ഫോൺ വഴിയാണ് വിവരങ്ങളൊക്കെ ചോർത്തുന്നത്. അങ്ങനെ ലാൻഡ് ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴാണ് സാഗർ ഫിനാൻസിനെ കുറിച്ചുള്ള ആ ഞെട്ടിക്കുന്ന സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞേ. ഈ പണം എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്നൊക്കെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി പറഞ്ഞു, പിന്നെ അതൊന്നും നിർമ്മലിന് അറിയത്തില്ല, നിർമ്മൽ വെറുതെ പുളു അടിക്കില്ലെന്ന് പറയണം. എനിക്കറിയാം. അങ്ങനെയാണ്, പറ, എവിടെയാന്ന് ചോദിക്കുകയാണ്. അത് ഞാനിപ്പോ പറയാൻ പറ്റില്ല, അതൊക്കെ വലിയ സീക്രട്ടാന്ന് പറയാം. അപ്പൊ എന്നോട് പറയാൻ പറ്റില്ലല്ലേന്ന് ചോദിക്കണം. അത് പിന്നെ പിങ്കിയോട്, എന്നെ അത്രയ്ക്ക് വിശ്വാസം കാണത്തില്ലായിരിക്കും. അത് പിന്നെ പിങ്കി, ഞാന് എന്നാ വേണ്ട, പറയണ്ട. വെറുതെ പൊളു അടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, ഞാൻ പറയാം, പക്ഷെ ആരോടെങ്കിലും പിങ്കി പറയോ? ഞാൻ ആരോട് പറയാനായിട്ട്? അല്ല, ഗൗതമൻ സാറിനോട് അങ്ങനെ. പിന്നെ ഗൗതമനോട് പറഞ്ഞിട്ട് എനിക്കെന്ത് കിട്ടാനാ? ഞാൻ പറയത്തില്ലെന്നൊക്കെ പറയാം. പാവം നിർമ്മല പിങ്കിയുടെ ചതി അറിയാതെ നിർമ്മല അങ്ങനെ കാര്യങ്ങളൊക്കെ പറയാണ്. എവിടെയാണ് പണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളല്ലേ, കിട്ടേണ്ട വിവരങ്ങളെല്ലാം പിങ്കി കേട്ടി. ഈ സമയത്ത് നിർമ്മലിന്റെ ഫോണിലേക്ക് ഒരു കോള് വരണം. ഒരു മിനിറ്റ് നമ്മുടെ നിർമ്മല അങ്ങോട്ട് പോയി. പെട്ടെന്ന് തന്നെ പിങ്കി ഗൗതത്തിനെ വിളിക്കണം. എന്താ പിങ്കി, എന്താ കാര്യം? ഗൗതം എന്നെ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടില്ലായിരുന്നോ? അത് ഞാൻ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ടെന്ന് പറയണം. ഇത്ര പെട്ടെന്നോ? അതെ. പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുവാണ്. അതിനുശേഷം
വീട്ടിലാണെങ്കിൽ ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുവാണ് ലക്ഷ്മി. കാരണം പിങ്കിയും നിർമ്മലും കൂടെ പുറത്ത് പോയിട്ടുണ്ട്. എന്തിനാ ഏതിനാണെന്നും അറിയത്തില്ല. അപ്പോഴേക്കും മോഹിനി നന്ദയും കൂടെ അങ്ങോട്ട് വന്നു. മോഹിനി വന്നിട്ട് കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടം വരെ ആയില്ലേ, രണ്ടും കൂടെ പുറത്ത് ചുറ്റാൻ പോകാൻ തുടങ്ങിയല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ട ലക്ഷ്മി പറഞ്ഞു, മോഹിനി നീ ഇങ്ങനൊന്നും പറയല്ലെന്ന് പറയണം. ഓ, ഞാൻ പറയുന്നതിനാ കുഴപ്പം ഇപ്പൊ, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു, എന്തിനാ ചെറിയമ്മ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കാം. എന്താ കുറ്റം എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ, അവർ രണ്ടുപേരും കൂടെ പുറത്ത് കറങ്ങാൻ പോയിക്കല്ലേ. പിന്നെ പുറത്ത് കറങ്ങാൻ പോയതൊന്നും അല്ലാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി പറഞ്ഞു, അവര് പോവാണെ പോട്ടെ, അതിനിപ്പം നിനക്കെന്താ മോഹിനി എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു, അതെ അവര് തമ്മിൽ ഇഷ്ടത്തിലാണെന്നാ തോന്നിയെന്ന് പറയണേ. ലക്ഷ്മി പറഞ്ഞു, അത് ശരിയാ, അവര് തമ്മിൽ ഇഷ്ടത്തിലുണ്ടെന്ന് തോന്നേ, അതുകൊണ്ടാണല്ലോ എന്ന് പറയണേ. എന്ത് അല്ല, പിങ്കിക്ക് ഇന്നലെ ഒരു സാരിയൊക്കെ മേടിച്ചോണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നിർമ്മൽ എന്ന് പറയണേ. നിർമ്മൽ സാരി കൊണ്ടേ കൊടുത്ത, അപ്പൊ പുടവ കൊടുക്കലും കഴിഞ്ഞെന്ന് ചോദിക്കാം. പെട്ടെന്ന് ലക്ഷ്മി ചോദിച്ചു, മോഹിനി എന്തൊക്കെയാ പറയുന്നത്, പുടവ കൊടുക്കലോ അല്ല പിന്നെ സാരി മേടിച്ചു കൊടുത്താൽ കല്യാണത്തിന് മുമ്പ് അങ്ങനെയല്ലേ പറയണേന്ന് ചോദിക്കും. അതെ, നീ ഒന്നും മിണ്ടായിരിക്കും എന്റെ മോഹിനി എന്ന് പറയാണ്. അവരെ ഒന്നിച്ച് കാണാൻ വേണ്ടി നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും എനിക്ക് അർജുമോൻ മരിച്ചായിട്ട് പോലും തോന്നില്ല. 3 വർഷമായെന്ന് പറയുന്നു. പക്ഷെ ഇപ്പോഴും മനസ്സിൽ അർജുമോൻ ഇങ്ങനെ തങ്ങി നിൽക്കുക. നിർമ്മലിനെ കണ്ടു കഴിയുമ്പോഴത്തേനും അർജുമോൻ മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ആ മരിച്ചതായിട്ടൊരു തോന്നൽ പോലും മനസ്സിലേക്ക് വരുന്നില്ലെന്ന് പറയണം. നന്ദ പറഞ്ഞു, അത് ശരിയാമേ, അർജുൻ മരിച്ചതായിട്ട് പോലും തോന്നില്ലെന്ന് പറയണം. പക്ഷെ എങ്കിൽ മോഹിനി പറഞ്ഞു, അതൊന്നും അല്ലല്ലോ സത്യം, അർജുൻ മരിച്ചതല്ലേ, ഇനിയിപ്പോൾ ആ ചാപ്റ്റർ ക്ലോസ് ആയി പോയതല്ലേ, എന്നാലും ഇത്ര പെട്ടെന്ന് ഈ പിങ്കിക്ക് എങ്ങനെ ഇങ്ങനെ മാറ്റം വരുമെന്ന് മാത്രം മനസ്സിലാകത്തുള്ളൂ എന്ന് പറയണം. അങ്ങനെ അവർ അതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുക. ആ സമയത്ത് ഗൗതമും ബാക്കി പോലീസുകാരും സാഗറിനെ പിടികൂടാനുള്ള ആ ഒരു ഡ്യൂട്ടിയിലായിരുന്നു. അങ്ങനെ അവര് ഒരു റോഡിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഒരു ആംബുലൻസ് അങ്ങോട്ട് വന്നു. ആംബുലൻസ് വന്നതും ഗൗതമൊക്കെ തടയുവാണ്. പെട്ടെന്ന് ആംബുലൻസ് ഡ്രൈവർ ഇറങ്ങി ഓടാൻ ശ്രമിപ്പത്തിന് അയലോടിച്ചു, ഇങ്ങോട്ട് വാടാന്ന് പറയണം. എന്താ സാറേ കാര്യം, എങ്ങോട്ടാ? അല്ല, ഒരു അത്യാവശ്യമായിട്ട് ബോഡി കൊണ്ടുപോകണമായിരുന്നു. അതിന് ബോഡി കൊണ്ടുപോകുന്നതിന് അത് പിന്നെ സാറേ ബോഡി എന്നാ ശരി ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറയണം. അയ്യോ വേണ്ട സാറേ, എന്താ ബോഡി എടുക്കാൻ മറന്നു എന്ന് പറയണം. ഓഹോ, ബോഡി കൊണ്ടുപോകാൻ വന്ന ആള് ബോഡി എടുക്കാൻ മറന്നുപോയി, കൊള്ളാലോ എന്ന് പറയണം. ഒരു കാര്യം ചെയ്യും, കയറി സെർച്ച് ചെയ്യാൻ പറയണം. അങ്ങനെ ആംബുലൻസ് തുറന്നു ഇപ്പം അതിനകത്തൊന്നും കാണുന്നില്ല. എടാ സത്യം പറയടാ, എവിടെയാ പണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? സാറേ എന്ത് പണം? വെറുതെ കള്ളത്തരം പറയണ്ട, ഉള്ളത് പറഞ്ഞാൽ നിനക്ക് പോകാന്ന് പറയണം. അത് പിന്നെ സാറേ ഞാൻ അവസാനം ആംബുലൻസിനകത്തിരിക്കുന്ന പണം ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടി വരും. കുറേ ബോക്സിനകത്തേക്ക് ഇങ്ങനെ പണം ഇങ്ങനെ കെട്ടുകണക്കിന് വെച്ചിക്കുക. അതൊക്കെ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും മൊത്തം പണമെന്ന് മനസ്സിലായി. കുഴൽപ്പണം കടത്തിക്കൊണ്ട് പോകുന്നതാണ്. ഇതാരുടെ തന്നുവിട്ടെ, അതൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയണം. നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവന്മാരെ നേരെ പോലീസ് ജീപ്പിലേക്ക് പിടിച്ചു കയറ്റുകയാണ്. പിന്നീട് ഗൗതം നേരെ വരുന്ന എ ഡി ജി പിയുടെ ഓഫീസിലേക്കാണ്. പിന്നീട് എ ഡി ജി പി പറഞ്ഞ് എന്നാലും സംഭവിച്ചു വന്നിരിക്കുന്നു. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഗൗതം അവരെയൊക്കെ പിടികൂടിയില്ലേന്ന് ചോദിക്കാം. എങ്ങനെ സാധിച്ചെന്ന് ചോദിക്കാം. അതൊക്കെ പിന്നെ സാധിച്ചെടുത്തു. എന്നാലും അറിയാണ്ടൊരു ആകാംക്ഷ പോലും. അല്ല, ഈ പറയുന്ന സാഗറിന്റെ കുറെ വണ്ടികളുണ്ട്, പക്ഷെ അതിനകത്ത് ഒരു ആംബുലൻസും കൂടെ ഉണ്ട്. ഈ ആംബുലൻസിന്റെ ഉപയോഗം എന്താന്ന് മാത്രം മനസ്സിലായില്ല. പിന്നെയാണ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തപ്പി കളക്ട് ചെയ്തെടുത്തെ. അങ്ങനെയാണ് അവസാനം പറഞ്ഞത് കുഴൽപ്പണമൊക്കെ കടത്തിക്കൊണ്ട് പോകുന്ന ആംബുലൻസിലാന്ന്. അത് മാത്രമല്ല വേറെ ചില വിവരങ്ങളും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവരെ കുറിച്ചുള്ള. അങ്ങനെ എനിക്ക് പൊക്കാൻ പറ്റിയെന്ന് പറയണം. എന്നാലും സംഭവിച്ചു വന്നിരിക്കുന്നു കേട്ടോ. കൃത്യമായിട്ട് തന്നെ നമ്മുടെ ഓപ്പറേഷനൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നില്ലേ, ഇനിയിപ്പോ കുഴപ്പമില്ലെന്ന് പറയണം. അങ്ങനെ ഗൗതം ഭയങ്കര സന്തോഷത്തിലുമായിരുന്നു. പിന്നീട് പിങ്കിയും നിർമ്മലും കൂടെ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് അരുന്ധതി അവരെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് പിങ്കിക്ക് നിർമ്മലിനും ഒരു ചമ്മല്. നിർമ്മലിന്റെ മുഖത്താണെങ്കിൽ ആ പടരു എന്താണെന്നറിയത്തില്ല, ഒരു നാണമൊക്കെ വരുന്നുണ്ടായിരുന്നു. അരുന്ധതി ചോദിച്ചു, രണ്ടുപേരും കൂടെ എങ്ങോട്ട് പോയതാ? പെട്ടെന്ന് പിങ്കി പറഞ്ഞു, അത് പിന്നെ പുറത്തു വരെ പോയതാ വല്യമ്മയെന്ന് പറയാം. ആയിക്കോട്ടെ, ഞങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടോണ്ടാണ് ഗിരിജ അങ്ങോട്ട് വരുന്നത്. എന്താ വല്യമ്മ, എന്താ തീരുമാനം എന്താന്ന് ചോദിക്കാം. അതൊക്കെ പറയാം, അതിനു മുമ്പ് ഒരു കാര്യം ഉണ്ടെന്ന് പറയണം. നമ്മളെല്ലാവരും ദൈവത്തെ വിശ്വസിക്കുന്നവരല്ലേ. പിന്നീട് മോഹിനിയോട് പറഞ്ഞു, മോഹിനി നീ അതങ്ങ് പോയി എടുത്തോണ്ട് ഞാൻ പറയണം. ഇത് കേട്ട മതി മോഹിനി പൂജാമുറിയിലേക്ക് പോയി മഹാഭാരതം എടുത്തോണ്ട് വരുവാണ്. അല്ല ഇതെന്തിനാ വല്യമ്മേ? മോളുടെ കാര്യം ചെയ്യുക, കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് ഇതിനകത്തുനിന്നൊരു ഭാഗം ഇങ്ങോട്ട് എടുക്കാൻ പറയണം. അങ്ങനെ പിങ്കി കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് ഭാഗം എടുത്തു കൊടുത്തു. അങ്ങനെ ആ ഭാഗം വായിക്കുവാണ്. അത് വായിച്ചു കഴിയുമ്പോഴത്തേനും പിങ്കിക്ക് നിർമ്മലിന് ഒന്നും മനസ്സിലായില്ല. പെട്ടെന്ന് അരുന്ധതി ചോദിച്ചു, വല്ലതും മനസ്സിലായെന്ന് ചോദിക്കാം. ഇല്ല എന്ന് പറയണം. അതെ, അകല്യാമോഷം അതിനകത്ത് പറഞ്ഞിരിക്കുന്നേ. അകല്യാമോഷം, അതെ, പിങ്കി മോൾക്ക് മോഷണം കിട്ടാൻ പോവാന്ന് പറയണം. ഇത് കേട്ടതും നിർമ്മല് പിങ്കിനെ ഒന്ന് നോക്കുവാണ്. പെട്ടെന്ന് പിങ്കിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അരുന്ധതി പറഞ്ഞു, ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ തീരാൻ പോവാ. കാരണം പിങ്കിയുടെ മനസ്സൊക്കെ ഇപ്പൊ ശുദ്ധമായിക്കൊണ്ടിരിക്കുക. പിങ്കിമോള് വേറൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവാ. ഇങ്ങനെ മോക്ഷണം കൊടുക്കാൻ വന്ന ആളാരാന്നറിയോ? ആ നിൽക്കുന്ന നിർമ്മലാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം
പിങ്കിക്കും ഗിരിജയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയിൽ രണ്ടുപേരും കൂടെ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.